ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. അതിന് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേക്കണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഉപ്പും ചെറുനാരങ്ങൻ്റെ നീരും കേട്ടോ. ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇനി അരി വേവാനുള്ള വെള്ളത്തേക്ക് ഏലക്കായ്, കറാമ്പൂവ്, പട്ട, ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് കൊടുത്തേക്കണ്. എന്നിട്ട് നമുക്ക് വെല്ലുള്ളി, തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 4 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കുക. ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളിയൊക്കെ നല്ല വാടി വന്നിക്കണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താണ്. അതൊന്ന് അതിലിട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ആക്കിക്കണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണ്. അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വാടി വരട്ടെ. മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുത്തേക്കണം. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെയും ചപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിക്കണ്. അതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തേക്കണം. കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രം എടുത്തേക്കണം. ഞാൻ അതിലേക്ക് ആ മസാല ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിക്കണില്ലേ അതിലേക്ക് കുറച്ച് ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തേക്കണ്. ഇനി നമുക്ക് വെന്ത ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് കോരി വെച്ചിക്കണില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ആർക്കേജും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ദമ്മിട്ട് ഒരു തട്ട് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല് കേട്ടോ. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.